എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം ലീഗിനെ കണ്ടുപഠിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. അപ്പോൾ ഇനി മുസ്ലിം ലീഗിനെ കണ്ടുപഠിക്കാൻ ഇയാൾ മുസ്ലിം ആയതുകൊണ്ട് പറഞ്ഞാൽ ആണോന്ന് ഉള്ള ഒരു സംശയം വരും. അതുകൊണ്ടൊന്നുമല്ല. ഞാൻ മുസ്ലിം ലീഗുകാരനല്ല. ആദ്യമേ അങ്ങ് പറഞ്ഞേക്കണം. എനിക്ക് രാഷ്ട്രീയമില്ല. അപ്പോൾ മുസ്ലിം ലീഗ് നല്ല ഒരു കാര്യം ചെയ്തു ഞാൻ കണ്ടു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും അത് ചെയ്യാൻ പോയില്ല. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും കാണുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തും കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, അതിനെ വിറ്റ് മുതലെടുക്കുന്ന, അതിൻ്റെ കണ്ണീര് കുടിക്കുന്ന പിശാചുക്കളെയാണ് നമ്മൾ കാണുന്നത് കൂടുതലും. അപ്പോൾ അതെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള പേരിലൊന്നും കൊലപാതകം, അതായത് രാഷ്ട്രീയത്തിൻ്റെ വൈരാഗ്യത്തിന് ആരെങ്കിലും കൊല്ലുക. എളുപ്പമുള്ള പരിപാടി ഈ കൊല്ലപ്പെട്ടവൻ്റെ പേരും പറഞ്ഞ് രക്തസാക്ഷി ഫണ്ടെന്നും പറഞ്ഞ ഒരു ഫണ്ട് അങ്ങ് പിരിക്കും. പിരിച്ച് കാണുന്നതിനെല്ലാം എടുത്ത് പുട്ടടിക്കും. അതിൻ്റെ ഒരു ചെറിയ വീതം മാത്രം ആ വീട്ടിൽ, ഈ മരിച്ചവൻ്റെ വീട്ടിൽ കൊടുക്കും. അവർക്കല്ലാതെ ഒന്നും കൊടുക്കത്തില്ല. അതിന് ശേഷം ബാക്കിയെല്ലാം അങ്ങ് ചിലവാക്കും. ഇങ്ങനെ അത് അങ്ങ് ചിലവായി പോവുകയാണ്. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദുരന്തബാധിതർക്ക്, വയനാട്ടിലെ ദുരന്തം നമ്മൾ കണ്ടതാണ്. ഹൃദയഭേദകമായ ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തേ ഒക്കൂ, അവരെയൊക്കെ പുനരധിവസിപ്പിച്ചേ നടങ്ങൂ എന്നും പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറങ്ങി. DYFI കാശ് പിരിച്ചു, മാർക്സിസ്റ്റ് പാർട്ടി കാശ് പിരിച്ചു, യൂത്ത് കോൺഗ്രസ് കാശ് പിരിച്ചു, കോൺഗ്രസ്സുകാർ കാശ് പിരിച്ചു. ഇതെല്ലാം ചെയ്തു. ഇവരാരെങ്കിലും പിരിച്ചിട്ട് ഇന്ന് വരെ ഒരു വീടെങ്കിലും ആർക്കെങ്കിലും കൊടുത്തോ? അതേസമയം മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇത്ര വീടുകൾ കൊടുക്കുന്നു എന്ന്. ആ വീടുകളുടെ 51 വീടുകളുടെ താക്കോൽദാനമാണ് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞത്. ഒരു 2 ദിവസം മുമ്പ് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള, അതായത് മുസ്ലിങ്ങൾക്കൊന്നുമല്ല വീട് കൊടുത്തേക്കുന്നത്, ഒരു മതവും ജാതിയും ഒന്നും നോക്കാതെ അവർ കൊടുത്തു. അതാണ് സെക്കുലറിസം, മതനിരപേക്ഷത എന്ന് പറയുന്നതാണ് മുസ്ലിം ലീഗ് കാണിച്ചെന്നത്. എന്നിട്ട് അവർ ചെയ്തെന്താ? ഒന്നാന്തരം വീട്, സർക്കാർ കൊടുക്കുന്ന വീടൊന്നും അല്ല, ഇവിടെ ഊരാളെങ്കിൽ പണിഞ്ഞ വീടല്ല ഇവിടെ കൊടുക്കുന്നത്. ഒന്നാന്തരമായിട്ട് കോൺട്രാക്റ്റ് കൊടുത്ത് അവർ പണിഞ്ഞു. സർക്കാർ 6 സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ 7 സെൻറ്റ് സ്ഥലമോ കൊടുക്കുമെങ്കിൽ ഇവർ 8 സെൻറ്റ് സ്ഥലം കൊടുത്തു, ഒരു വീടും. ആ വീടെന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ, നല്ല രീതിയിൽ പണിഞ്ഞ വീട്. ആ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ 1060 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, 3 ബെഡ്റൂം ഉള്ള 3 ബെഡ്റൂം ഉള്ള വീട്, 2 ബാത്റൂം, 2 ടോയ്ലറ്റ് ഉണ്ട് അതിനകത്ത്, കിച്ചൺ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി ഇത് മാത്രമല്ല, അവർക്ക് അവിടെ എല്ലാ ഫർണിച്ചറും, ഓരോ മുറിയിലും വേണ്ട ഫർണിച്ചർ മുഴുവൻ കൊടുത്തു. പിന്നെ അവർക്ക് സുഭിക്ഷമായിട്ട് താമസിക്കാൻ ഏതാണ്ട് 2-3 മാസത്തെ ചെലവിനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ പുനരധിവാസം എന്ന് പറഞ്ഞ ഇതാണ്. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഇതൊന്നും ചെയ്യുന്നതല്ല പുനരധിവാസം. മുസ്ലിം ലീഗ് കാണിച്ചതാണ് പുനരധിവാസം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട്. ഈ സർക്കാരിൻ്റെ അങ്ങോട്ട് കൊടുപ്പ് ഇന്ന് മാറി, ഒരു സ്ത്രീ പോയി രക്ഷപ്പെട്ട് ഇതെടുത്തു. എനിക്കൊരു വീട്, എൻ്റെ വീട് പോയായിരുന്നു, പുതിയ വീടായിരുന്നു, അവർ പറഞ്ഞാണ്. അതിന് പകരം എനിക്കിപ്പോൾ ഒരു പുതിയ വീട് നല്ലത് കിട്ടി. അതാണ് യഥാർത്ഥത്തിൽ പുനരധിവാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ കണ്ണീരൊപ്പുന്ന, അവരുടെ നഷ്ടബോധം അകറ്റുന്ന ഒരു പണിയായിരിക്കണം ഈ പുനരധിവാസം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഇവിടെ ചെയ്തേ. അത് മാത്രമല്ല, സാദിഖാലിത്തങ്ങളുണ്ടല്ലോ, മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവ്, അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. എല്ലാവരും പാർട്ടി അണിയറോടാണ് അദ്ദേഹം ലീഗുകാരോടുത്ത് പറഞ്ഞു, നമ്മൾ കൊടുത്ത വീടിനകത്താണ്, ഞങ്ങൾ തന്ന വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുള്ള അഹംഭാവത്തോടും അഹങ്കാരത്തോടും കൂടി ഒരു ചുവട്ടടി പോലും ആ മുറ്റത്തേക്കെടുത്ത് വെക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പാർട്ടി അണികൾക്ക് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കൊടുത്തതായിട്ട് അറിയേണ്ട കാര്യമില്ല ആരും. നിങ്ങൾക്ക് വീട് തന്നു, നിങ്ങളുടെ വീടാണത്. അതിലേക്ക് വന്നു. പിന്നെ അതിൻ്റെ പാല് കാച്ചൽ ചടങ്ങ്, അതും വളരെ ഹൃദ്യമായിരുന്നു കേട്ടോ. അത് പല രീതിയിലാണ് നടന്നത്. പല മതസ്ഥർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ള ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ആ വീടിൻ്റെ ഹൗസ് വാമിങ് നടന്നത്. ഓരോന്നിൻ്റെയും സന്തോഷമുള്ള മുഖങ്ങളെ കാണാൻ പറ്റി ആദ്യമായിട്ട് ആ ദുരന്ത ഭൂമിയിൽ. മറ്റിടത്തൊന്നും നമുക്ക് സന്തോഷമുള്ള മുഖങ്ങളെ ഒന്നും കാണാൻ കിട്ടത്തില്ല.
വേറെ ഒരു ഒരു കോൺഗ്രസ്സുകാരാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് പറഞ്ഞെന്താ ഒരു മാതൃകാ വീട് ആദ്യം വെച്ചിട്ട് ചെയ്യാം. മാതൃകയായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഏതായാലും ഇത്ര ഒരു കോടി രൂപ അക്കൗണ്ടിലുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം 3 കോടി രൂപയോ സംതിങ് ഏതാണ്ട് അക്കൗണ്ടിലുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണ്ട് സ്ഥലം വാങ്ങാനായിട്ട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു കല്ലിടിയിൽ നടത്തിയ അല്ലാതെ വീടൊന്നും പണിഞ്ഞിട്ടില്ല. പണിയുമായിരിക്കും എന്ന്. അതായത് ഈ വൈകി കിട്ടുന്ന നീതിയല്ല എന്ന് പറയുന്ന പോലല്ലേ ഇത്. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ താമസിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അതുവരെ തെരുവിൽ കിടക്കാൻ പറ്റുമോ ആൾക്ക്? പറ്റത്തില്ലല്ലോ. ഇത് നല്ല ഒന്നോന്തരം വീടുകളാണ് വെച്ചത്. അത് മാത്രമല്ല, ഒരു മിനി ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അവിടെ. അപ്പോൾ അത് വളരെ നല്ല ഒരു കാഴ്ചപ്പാടോടുകൂടി വളരെ നന്നായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ആ വീടുകൾ ലീഗുകാർ പണിഞ്ഞേക്കുന്നത്. അതിനെ അവരെ യഥാർത്ഥത്തിൽ അവർക്ക് നമുക്കുണ്ടല്ലോ അവരെ അനുമോദിച്ചേ പറ്റൂ ഇതിനകത്ത്. കാരണം ഇത്രയും നല്ല രീതിയിൽ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയത്, അതും റെക്കോർഡ് ടൈമിൽ റെഡിയാക്കി അങ്ങ് കൈ കൊടുത്തു. അല്ലാതെ ഉദ്ഘാടനം നടത്താൻ നാണ്ടേ വീടിൻ്റെ എല്ലാം പണിഞ്ഞു വെച്ചു, വെളിയിൽ കുറേ പെയിൻറ്റും അടിച്ചു, വാരി അടിച്ചു, എന്നിട്ട് അത് ഉടനെ കിട്ടും കേട്ടോ എന്നും പറഞ്ഞ് ഈ ഉദ്ഘാടനം അല്ല നടത്തിയേ. ഇലക്ഷന് വേണ്ടിയുള്ള ഉദ്ഘാടനം അവർ നടത്തിയില്ല. ഇലക്ഷനൊന്നും വേണ്ടി അവർ ഉദ്ഘാടനം നടത്തിയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞാണ്, ഇലക്ഷൻ കഴിഞ്ഞാണ് ഇത് ചെയ്തേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അവരെ അനുമോദിച്ചേ പറ്റുള്ളൂ മുസ്ലിം ലീഗിനെ. ഇത് മറ്റ് രാഷ്ട്രീയക്കാർ, അതായത് രക്തസാക്ഷി ഫണ്ട് കട്ട് തിന്നുന്നവന്മാരും അതുപോലെ വീടിന് പണം പിരിച്ച് വീട് വെക്കാത്തവരും എല്ലാം ഇത് കണ്ട് ഒന്ന് പഠിക്കണം. അതാണ് വേണ്ടത്. മാത്രമല്ല, ഞങ്ങൾ കൊടുത്ത വീടാണ് എന്നുള്ള അഹംഭാവത്തോടും അഹങ്കാരത്തോടും കൂടി ആ മുറ്റത്തേക്ക് കാലെടുത്ത് വെക്കാൻ പാടില്ല, ഒരു ചവിട്ടടി പോലും എടുത്ത് വെക്കാൻ പാടില്ല എന്നുള്ള ആ പ്രഖ്യാപനം, അതാണ് ഏറ്റവും വലുതായിട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊരു പാഠമായിരിക്കട്ടെ, ഇത് കണ്ടു പഠിക്കട്ടെ. ഏതായാലും ഇതാണ് യഥാർത്ഥ പൊതുപ്രവർത്തനം, യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ്. അത് മറക്കേണ്ട കാര്യമില്ല.